ഹായ് ഓൾ, അവസാന വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തൃച്ചിയിലെ മലക്കോട്ട കാണാൻ പോയ വീഡിയോ ആയത്. കൂടെയുള്ള എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ തൃച്ചിയിലെ ഏറ്റവും മനോഹരവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാണിത്. ഈ ഷോപ്പിംഗ് സ്ട്രീറ്റും മലക്കോട്ടയും അതിനകത്തുള്ള ടെമ്പിൾസും എല്ലാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ്. മലക്കോട്ടയുടെ എൻട്രൻസിൽ എത്താൻ തന്നെ കുറച്ച് അധിക ദൂരം നടക്കേണ്ടി വന്നു. കൂടുതൽ ധാരണയൊന്നും ഇല്ലാണ്ടാണ് ഞാൻ കയറി തുടങ്ങിയത്. കാരണം അപ്പോഴും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു 245 പടിയോളം കയറേണ്ടി വരുമെന്ന്. ഞങ്ങളെക്കാളും ഇൻട്രസ്റ്റോടെ കുട്ടികൾ കയറുന്നത് കൊണ്ട് ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയതേ ഇല്ല. കോട്ടയ്ക്കുള്ളിൽ എത്ര അമ്പലങ്ങളുണ്ടെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. കാരണം കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഓരോ പ്രതിഷ്ഠ അമ്പലങ്ങളുമായിരുന്നു. അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഉള്ള ചിത്രങ്ങൾ, കൊത്തുപണികൾ, ശില്പങ്ങൾ എല്ലാം വളരെ മനോഹരമായിരുന്നു. ഈ 240 പടിയും ഒറ്റ സ്ട്രെച്ചിനായിരുന്നില്ല, പല പല നിലകളിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ക്ഷീണം തോന്നിയതേ ഇല്ല. അങ്ങനെ ഒരു വിധത്തിൽ 200 പടിയും കയറി ഞങ്ങൾ മുകളിലോട്ട് എത്തി. ഇനി കയറേണ്ട 45 പടിയുമാണ് വലിയ ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല. അവിടെ കണ്ട കാഴ്ച കണ്ണിന് പോലും വിശ്വസിക്കാൻ പറ്റാത്തതായിരുന്നു. കാരണം വലിയ ഐഡിയ ഇല്ലാതെ പോയതുകൊണ്ട് തന്നെ ഇത്രയും മനോഹരമായിരിക്കും അതിന്റെ ദൃശ്യമെന്ന് ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തൃച്ചി സിറ്റി മുഴുവനും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത്രയും നേരം അനുഭവിച്ച ക്ഷീണം മാറ്റാനായിട്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു. കുറച്ചധികം നേരം അവിടെ നിന്ന് എല്ലാം കണ്ടതിന് ശേഷമാണ് മുകളിലോട്ട് കയറിയത്. അവിടെ നിന്ന് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അപ്പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്ന്. ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും താഴെ ഇറങ്ങാനും തോന്നുന്നില്ല, മുകളിലോട്ട് കയറാനും തോന്നുന്നില്ല. ആ അവസ്ഥയായിരുന്നു. കാരണം അത്ര മനോഹരമായിരുന്നു ഓരോ കാഴ്ചയും. മഴയുടെ സൂചന കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ മുകളിലോട്ട് കയറാൻ തീരുമാനിച്ചു. ശരിക്കും കുഞ്ഞു കുഞ്ഞു പടിയായിരുന്നത് കൊണ്ട് ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. ആദ്യം അനീഷേട്ടൻ കൊണ്ടുവന്ന് നടന്നത് കൊണ്ട് തന്നെ ഒരു പരിധിവരെയും ഈ യാത്രയിൽ ഞാൻ ഫ്രീ ആയിരുന്നു. ഞങ്ങൾ മുകളിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ മഴ പെയ്തു തുടങ്ങി. മുകളിൽ നിന്നും താഴോട്ടുള്ള വ്യൂ ആയിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. സിനിമകളിൽ മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളത്. അത് നേരിട്ട് കണ്ടതിൽ വളരെ സന്തോഷം തോന്നി. വർഷങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാറകളിൽ ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഗ്രില്ലിട്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. പക്ഷെ ആ പാറകളിലിരുന്നാൽ കുറെ കൂടെ വ്യക്തമായിട്ടും മനോഹരമായിട്ടും തൃശ്ശി നഗരം കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മുകളിലോട്ട് കയറിയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. വളരെ മനോഹരമായിരുന്നു മഴയത്തും നിന്നുള്ള ദൃശ്യങ്ങൾ. മഴയോടൊപ്പം ശക്തമായ കാറ്റും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെ താഴെ ഇറങ്ങണമെന്ന് ആലോചിച്ചിട്ടാണ് ഈ നിൽക്കുന്നത്. മഴ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും താഴോട്ട് ഇറങ്ങാനുള്ള ധൃതിയിലായി. പക്ഷെ അവിടെയായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടായിരുന്നത്. കുഞ്ഞു പടിയും മഴ നനഞ്ഞതിൻ്റെ ആ ഒരു ഇതും കൂടെ കൊണ്ട് നല്ല റിസ്ക് ആയിരുന്നു താഴോട്ട് ഇറങ്ങുന്നത്. മഴ കഴിഞ്ഞപ്പോഴാണ് കാണുന്ന വ്യൂവിന് കുറച്ചുകൂടെ ഭംഗിയുണ്ടായത്. തിരിച്ചിറങ്ങാൻ തോന്നുന്നതേ ഉണ്ടായിരുന്നില്ല, കാരണം അത്ര മനോഹരമായിരുന്നു അതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ. മഴ പെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങേണ്ട ഓരോ പടിയും ഭയങ്കര റിസ്ക് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തിരിച്ച് താഴെ എത്തി. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കയറാനും ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും വളരെ മനോഹരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു ഇത്. അടുത്ത വീഡിയോ വീണ്ടും കാണാൻ ടാറ്റ ബൈ.